നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്ത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്ത് ഒരു MBBS സീറ്റോ BDS സീറ്റോ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ. ഈ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് നമ്മുടെ റാങ്ക് എത്രയാണ്? ഒരു 10,000-നുള്ളിലാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് സീറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൃത്യമായി നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലും കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും കൃത്യമായി നാം ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് ഒരു 30,000 ബിലോ ആണെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള 63,296 ഗവൺമെന്റ് MBBS സീറ്റുകളിൽ അതിന്റെ 15% സീറ്റിലേക്ക് നമുക്ക് ഓരോ സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്കും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ MBBS സീറ്റ് ലഭിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇനി ഇതിനോടൊപ്പം നമ്മുടെ റാങ്ക് വന്നിരിക്കുന്നത് ഒരു 40,000-നുള്ളിലാണെങ്കിൽ നമുക്കൊരു BDSന്റെ ഗവൺമെന്റ് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓൾ ഇന്ത്യ റാങ്കിൽ നമ്മുടെ റാങ്ക് വന്നിരിക്കുന്നത് ഒരു 50,000 ഉള്ളിലാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലെ 11 ESI മെഡിക്കൽ കോളേജുകളിൽ ESI IP വാർഡ് റിസർവേഷനുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ നമ്മുടെ റാങ്ക് എത്തിയിരിക്കുന്നത് ഒരു 75,000-നുള്ളിലാണെങ്കിൽ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് നമുക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള കോഴ്സുകളിലേക്ക് നമുക്ക് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് ഒരു 1,00,000-ന് ഉള്ളിലാണെങ്കിൽ നമുക്ക് കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഒരു സീറ്റിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് ആണ്. ഈ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിലൂടെ അല്ല നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ അഡ്മിഷൻ ഫില്ല് ചെയ്യുക. പകരം കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിന്റെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അങ്ങനെ നമ്മുടെ കേരള റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ പങ്കെടുത്താണ് നമ്മൾ കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ നേടേണ്ടത്. പക്ഷേ ഓൾ ഇന്ത്യ റാങ്കിൽ ഏകദേശം ഒരു 1,00,000-നുള്ളിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാം. ആൽഫയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് ഓൾ ഇന്ത്യയുടെയും സ്റ്റേറ്റിന്റെയും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള എല്ലാ സംശയങ്ങൾ തീർത്തു തരാനും മികച്ച കോളേജുകൾ കോഴ്സുകൾ ലഭിക്കാനുള്ള അഡ്മിഷൻ പ്രൊസീജിയറിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. എൻട്രൻസിന്റെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.